നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് ജൂൺ 1, 2025 ഞായർ. വാർത്തകളിലേക്ക്. കനത്ത മഴയ്ക്ക് സാഹചര്യമില്ലെങ്കിൽ സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തന്നെ തുറക്കുമെന്നതാണ് നിലവിലുള്ള തീരുമാനമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. എന്നാൽ ഇന്നത്തെ അടക്കം കാലാവസ്ഥാ സാഹചര്യം വിലയിരുത്തിയതിനു ശേഷം മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച് ഇക്കാര്യത്തിൽ മാറ്റം വരുത്തണമെന്ന് തീരുമാനിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ യെല്ലോ അലർട്ടാണ് ഉള്ളതെങ്കിൽ സ്കൂൾ തുറക്കൽ നീട്ടൽ സാധ്യത കുറവാണെന്നാണ് വിലയിരുത്തൽ. വാർത്തകൾ വിശദമായി. സ്കൂൾ അക്കാദമിക കലണ്ടർ സംബന്ധിച്ച സർക്കാർ ഉത്തരവിൽ മന്ത്രി വി ശിവൻകുട്ടി ഒപ്പുവെച്ചു. LP വിഭാഗത്തിൽ 198 അധ്യയന ദിവസങ്ങളും 800 പഠന മണിക്കൂറുകളും, UP വിഭാഗത്തിൽ 198 അധ്യയന ദിവസങ്ങൾക്കൊപ്പം തുടർച്ചയായ 5ാമത്തെ വർക്കിംഗ് ഡേ അല്ലാത്ത 2 ശനിയാഴ്ചകൾ കൂടി ഉൾപ്പെടുത്തി 200 അധ്യയന ദിവസങ്ങളും 1000 പഠന മണിക്കൂറുകൾ ഉണ്ടാവും. ഹൈസ്കൂൾ വിഭാഗത്തിൽ KER പ്രകാരം 1100 പഠന മണിക്കൂർ വേണം. 198 അധ്യയന ദിവസങ്ങളും തുടർച്ചയായ 5ാമത്തെ വർക്കിംഗ് ഡേ അല്ലാത്ത 7 ശനിയാഴ്ചകളും കൂട്ടിച്ചേർത്ത് 205 അധ്യയന ദിവസങ്ങൾ ലഭിക്കും. ഇതുകൂടാതെ വെള്ളിയാഴ്ച ഒഴികെയുള്ള സാധ്യമായ ദിവസങ്ങൾ അരമണിക്കൂർ കൂടി കൂട്ടിച്ചേർത്തു. ലഹരിക്കെതിരായ അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് നെയിം സ്ലിപ്പ് പുറത്തിറക്കുന്നതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ലഹരിയുടെ ദൂഷ്യ വശങ്ങളെപ്പറ്റി കുട്ടിക്കാലം മുതലേ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നെയിം സ്ലിപ്പ് തെരഞ്ഞെടുത്തത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് നെയിം സ്ലിപ്പ് വിതരണം ചെയ്യുന്നത്. കൊല്ലങ്കാട് വെള്ളച്ചാട്ടത്തിൽ അപകടത്തിൽപ്പെട്ട വിനോദസഞ്ചാരി മരിച്ചു. മുതലമട നണ്ടൻകീഴായ സ്വദേശി സജീഷാണ് മരിച്ചത്. കൊല്ലങ്കോട് വെള്ളരിമേട് വെള്ളച്ചാട്ടത്തിൽ നിന്ന് കാൽവഴുതി മലയിടുക്കിലേക്ക് വീഴുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയായിരുന്നു അപകടം. വിഴിഞ്ഞത്ത് കാണാതായ 2ാമത്തെ വള്ളവും കണ്ടെത്തി. 9 മത്സ്യത്തൊഴിലാളികൾ 8 പേരും സുരക്ഷിതരാണെന്ന് വിവരങ്ങൾ. തമിഴ്നാട് കുളച്ചലിന് സമീപത്താണ് 2ാമത്തെ വള്ളം കണ്ടെത്തിയത്. ഇവർ പോയ ബോട്ട് ശക്തമായ തിരയിൽ തകർന്നിരുന്നു. മത്സ്യത്തൊഴിലാളികളാണ് ഇവരെ കണ്ടെത്തിയത്. ആദ്യ അപകടത്തിൽ കാണാതായ സ്റ്റെല്ലസിനെയാണ് ഇനി കണ്ടെത്താനുള്ളത്. മെയ് 29 രാത്രി മത്സ്യബന്ധനത്തിന് പോയവരാണ് കാണാതായത്. 3 വള്ളങ്ങളിലായാണ് 9 പേർ പോയത്. ഇവർ എത്താതിരുന്നതോടെ ഇന്നലെ തന്നെ തിരച്ചിൽ തുടങ്ങിയിരുന്നു. തിരുവനന്തപുരത്ത് ജൂനിയർ അഭിഭാഷകയെ സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ചെന്ന കേസിൽ ബാർ കൗൺസിൽ അച്ചടക്ക സമിതി അന്വേഷണം തുടങ്ങി. 1 മാസത്തിനകം കേസിൽ അന്തിമ തീരുമാനം ഉണ്ടാകും. കൊച്ചിയിൽ ചേർന്ന സിറ്റിംഗിൽ ഹാജരായി പരാതിക്കാരിയും പ്രതിക്കും കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അന്വേഷണം നേരിടുന്ന കോഴിക്കോട് കോർപ്പറേഷൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ദിലീപ് മേയർ ബീന ഫിലിപ്പിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ്. സാധാരണക്കാരോട് കരുണയോട് ഇടപെട്ടിരുന്ന സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ് ദിലീപ് എന്ന് ബീന ഫിലിപ്പ് പറഞ്ഞു. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ 56 ലക്ഷത്തിലധികം രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദനം ബോധ്യപ്പെട്ടവരുടെയായിരുന്നു സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ദിലീപിനെതിരെ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയത്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ KSU-MSF സഖ്യത്തിന് ജയം. തുടർച്ചയായി 2ാം തവണയാണ് UDSF യൂണിയൻ പിടിക്കുന്നത്. ആകെ 17 സീറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 12 സീറ്റിലും സഖ്യ സ്ഥാനാർത്ഥികൾ വിജയിച്ചു. 2025-2026 അധ്യയന വർഷം സർക്കാർ എയ്ഡഡ് സ്കൂളിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനങ്ങൾ നടത്താനുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച പൊതുവിദ്യാഭ്യാസ വകുപ്പ് സർക്കാരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്തുന്നവരെ തുടർന്ന് അക്കാദമിക വർഷങ്ങളിലും ഈ ഉത്തരവിലെ നിർദ്ദേശങ്ങൾ തന്നെ ബാധകമാക്കുന്നതാണ്. പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകൾ വകുപ്പിന്റെ മുൻകൂർ അനുമതിയില്ലാതെ കുഴിക്കരുതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. മികച്ച രീതിയിൽ പണി പൂർത്തിയാക്കിയ റോഡുകളാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് കുഴിക്കുന്നത്. ഏത് വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് കുഴിക്കൽ നടപടിയെന്ന് ജില്ലാ കളക്ടർ പരിശോധിക്കണം. ജില്ലാ കളക്ടറുടെ മുൻകൂർ അനുമതിയോടെ വകുപ്പുകൾ തമ്മിലുള്ള ധാരണയോ ഇല്ലാതെ റോഡുകൾ കുഴിക്കാൻ പാടില്ലെന്നും കോഴിക്കോട് ജില്ലാ കളക്ടർ കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ മന്ത്രി പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പ്രവർത്തകരുടെ സമ്മർദ്ദമുണ്ടെന്നും PV അൻവർ. പണവുമായി ചിലർ എത്തുന്നുണ്ടെന്നും അവരുടെ നിർദ്ദേശം ചർച്ച ചെയ്യണമെന്നും അൻവർ പറഞ്ഞു. ഇന്നലെ രാവിലെ UDF-ലേക്കില്ലെന്നും മത്സരിക്കാൻ പണമില്ലാത്തതിനാൽ മത്സരിക്കുന്നില്ലെന്നും പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് മത്സരിക്കാൻ ആഗ്രഹമുണ്ടെന്ന നിലയിൽ അൻവറിന്റെ പ്രതികരണം. PV അൻവറിനെ കൂടെ കൂട്ടാൻ വ്യക്തിപരമായി ശ്രമിക്കുമെന്ന് KPCC മുൻ അധ്യക്ഷൻ K സുധാകരൻ. അൻവർ വരാൻ തയ്യാറായാൽ കൂടെ നിർത്തും. അദ്ദേഹം UDF-നൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ കരുത്തായേനെ എന്നും K സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. തിരഞ്ഞെടുപ്പ് വരുന്നത് തനിക്ക് ശല്യം പോലെയാണെന്ന് തോന്നാറുള്ളതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഇടയ്ക്കിടെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു പൗരൻ എന്ന നിലയിൽ വലിയ ബുദ്ധിമുട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന വിഷയത്തിൽ തൃശ്ശൂർ നടന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങി BJP 3 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി എന്നാണ് വിവരങ്ങൾ. സ്ഥാനാർത്ഥി നിർണയത്തിൽ ദേശീയ നേതൃത്വവുമായി ആലോചിച്ച് ഇന്ന് അന്തിമ തീരുമാനം ഉണ്ടാവും. പട്ടികയിൽ ഉള്ളത് പ്രാദേശിക BJP നേതാക്കൾ എന്നാണ് വിവരം. മുഖ്യമന്ത്രിക്കെതിരായ വധഭീഷണിയിൽ പ്രതി വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി. പയ്യന്നൂർ സ്വദേശി അഭിജിത്ത് വിചാരണ നേരിടണമെന്നാണ് ഉത്തരവ്. മുഖ്യമന്ത്രിയെ കൊല്ലുമെന്ന ഭീഷണി സന്ദേശം ഗുരുതരമാണ്. ഇത്തരം സന്ദേശം അയക്കുന്നവർ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണമെന്നും സിംഗിൾ ബെഞ്ച് പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തെ പുകയില മുക്തമാക്കുകയാണ് ലക്ഷ്യമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. പുകയില
പുകയില ഉപയോഗിക്കരുത്. ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ശക്തമായ ബോധവൽക്കരണമാണ് നടത്തുന്നത്. ആരോഗ്യവകുപ്പിന്റെ ആരോഗ്യം ആനന്ദം ജനകീയ ക്യാൻസർ ക്യാമ്പയിന്റെ ഭാഗമായി കൂടി പ്രചരണം നടക്കുന്നതായും മന്ത്രി വ്യക്തമാക്കി. ലോക പുകയില വിരുദ്ധ ദിനം സംസ്ഥാനതല ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എറണാകുളം കാലടി പാലത്തിന്റെയും MC റോഡിലെയും അറ്റകുറ്റപ്പണികൾ നടത്താത്ത പൊതുമരാമത്ത് വകുപ്പിന്റെ സമ്പൂർണ്ണ വീഴ്ചയെന്ന് റോജി M. ജോൺ MLA. മുൻ മാനേജരെ മർദ്ദിച്ചെന്ന പരാതിയിൽ വിശദീകരണമായി നടൻ ഉണ്ണി മുകുന്ദൻ. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് വിപിൻകുമാർ എന്ന വ്യക്തി തനിക്കെതിരെ ഉന്നയിച്ചതെന്ന് ഉണ്ണി മുകുന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയെ വീട്ടിൽ അതിക്രമിച്ച് കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ വാളയാർ കേസിലെ 5ാം പ്രതി അറസ്റ്റിൽ. അട്ടപ്പളം പമ്പാമ്പള്ളം കല്ലങ്കാട് സ്വദേശി അരുൺ പ്രസാദാണ് പോലീസിന്റെ പിടിയിൽ ആയത്. വാളയാർ കേസിൽ ജുവനൈൽ കോടതിയിൽ വിചാരണ നേടുന്ന ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയിരുന്നു. കോഴിക്കോട് വടകര അഴിയൂരിൽ മഴയിൽ തകർന്ന റോഡിലെ കുഴിയിലെ ഓട്ടോ വീണ് ഡ്രൈവർ മരിച്ചു. ദാരുണമായ അപകടത്തിൽ മാഹി ചാലക്കര സ്വദേശി റഫീഖാണ് മരിച്ചത്. ഇന്നലെ രാത്രി 7:30യോടെയാണ് അപകടം നടന്നത്. മഴ കുറഞ്ഞതിനെ തുടർന്ന് ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം നീക്കി. അതേസമയം ജലവിനോദങ്ങളായ ബോട്ടിംഗ് ഉൾപ്പെടെയുള്ളവരുടെ നിയന്ത്രണം നീക്കിയിട്ടില്ല. ഹൈദരാബാദിൽ നടന്ന ലോകസുന്ദരി മത്സരത്തിൽ 72ാമത് ലോകസുന്ദരിയായ തായ്ലൻഡിൽ നിന്നുള്ള ഓപാൽ സുജാത ചുങ് ശ്രീ തെരഞ്ഞെടുക്കപ്പെട്ടു. മത്സരത്തിൽ അവസാന 8-ൽ ഇടം പിടിക്കാതെ മിസ് ഇന്ത്യ നന്ദിനി ഗുപ്ത പുറത്തായി. മംഗളൂരു ആൾക്കൂട്ടക്കൊലപാതക കേസിലെ 2 പ്രതികൾക്ക് ജാമ്യം. വയനാട് സ്വദേശി അഷ്റഫിനെ തല്ലിക്കൊന്ന കേസിലെ 2 പ്രതികൾക്കാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ നാരീശക്തിയെ വെല്ലുവിളിച്ച് പാകിസ്ഥാനിലെ ഭീകരവാദികൾ സ്വയം നാശം വിളിച്ചു വരുത്തുകയായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്ക് വിമാനം നഷ്ടമായെന്ന സൂചന നൽകി സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാൻ തുടക്കത്തിൽ നഷ്ടങ്ങൾ അതിവേഗം പരിഹരിച്ച് ഇന്ത്യ പാകിസ്ഥാന് ശക്തമായ പ്രഹരം ഏൽപ്പിച്ചുവെന്ന് സംയുക്ത സൈനിക മേധാവി സിംഗപ്പൂരിൽ പറഞ്ഞു. എന്നാൽ ഇന്ത്യയുടെ 6 യുദ്ധവിമാനങ്ങൾ തകർത്തു എന്ന പാകിസ്ഥാൻ പ്രചരണം കള്ളമാണെന്നും ജനറൽ ചൌഹാൻ വ്യക്തമാക്കി. അരുണാചൽ പ്രദേശിൽ കനത്ത മഴയെ തുടർന്ന് ദേശീയപാതയുടെ മണ്ണിടിച്ചിൽ കാർ അപകടത്തിൽപ്പെട്ട് 7 പേർക്ക് ദാരുണാന്ത്യം. തമിഴ്നാട്ടിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 3395 ആയെന്ന് റിപ്പോർട്ടുകൾ. ഏറ്റവും കൂടുതൽ ആക്റ്റീവ് കേസ് കേരളത്തിലാണെന്നും 1336 കേസുകളാണ് ഉള്ളത്. കഴിഞ്ഞ 24 മണിക്കൂർ കേരളത്തിൽ ഒരു കോവിഡ് മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്കൂളുകൾ തുറക്കാനിരിക്കെ കോവിഡ് രോഗവ്യാപനം സംബന്ധിച്ച് രക്ഷിതാക്കളെ സുപ്രധാന അറിയിപ്പുമായി കർണാടക സർക്കാർ. കോവിഡ് രോഗലക്ഷണങ്ങളായ പനി, ചുമ, ജലദോഷം തുടങ്ങിയുണ്ടെങ്കിൽ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കരുതെന്നാണ് സർക്കാർ പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നത്. ഉത്തരാഖണ്ഡിലെ റിസോർട്ടിലെ റിസപ്ഷനിലായിരുന്ന 19 അങ്കിത ഭണ്ഡാരി കൊല്ലപ്പെട്ട കേസിൽ കോടതി വിധിക്കെതിരെ യുവതിയുടെ മാതാപിതാക്കൾ. കീഴ്ക്കോടതി വിധിയിൽ തൃപ്തരല്ലെന്നും പ്രതികൾക്ക് വധശിക്ഷ തന്നെ ലഭിക്കണമെന്നും അതിനായി പോരാട്ടം തുടരുമെന്നും അങ്കിതയുടെ മാതാപിതാക്കൾ ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കർണാടകയിൽ നിരവധി വിവാദങ്ങൾപ്പെട്ട D. രൂപ IPSന് ഒടുവിൽ പ്രൊമോഷൻ. IG പോസ്റ്റിൽ നിന്ന് ADGP പോസ്റ്റിലേക്ക് പ്രൊമോഷൻ നൽകി. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ പോസ്റ്റിന് മറുപടി പങ്കുവച്ച വീഡിയോയിൽ മതനിന്ദ പരാമർശം നടത്തിയെന്ന് ആരോപിച്ച് പൂനെയിലെ നിയമവിദ്യാർത്ഥിനി അറസ്റ്റിൽ. നിയമവിദ്യാർത്ഥിനിയായ ശർമിഷ്ഠ പനോലിയാണ് കൊൽക്കത്ത പോലീസ് വെള്ളിയാഴ്ച രാത്രി ഗുരുഗ്രാമിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. ശർമിഷ്ഠ പനോലിയുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോ ഒരു പ്രത്യേക സമുദായത്തിലെ അംഗങ്ങളുടെ മതവികാരം വ്രണപ്പെടുത്തിയെന്നാണ് കേസെന്ന് ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെ നേതൃത്വത്തിൽ ലോകജല സംഘടനയുടെ ആസ്ഥാനം റിയാദിൽ പ്രവർത്തനം ആരംഭിച്ചു. അംഗരാജ്യങ്ങൾ ലോകജല ചാർട്ടറിൽ ഒപ്പുവെച്ചു. റിയാദിലാണ് ഒപ്പുവെക്കൽ ചടങ്ങ് നടന്നത്. ഇതോടെ അന്തർദേശീയ പങ്കാളിത്തത്തോടെ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് സൗദിയിൽ തുടക്കം കുറിച്ചു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ പ്രശംസ പിടിച്ചുപറ്റി ഉമ്മൽ കുവൈൻ ഫെഡറൽ പ്രൈമറി കോടതിയിലെ ജഡ്ജി ഹമീദ് അൽ അലി. ഒരു പ്രവാസി കുടുംബത്തോട് കാണിച്ച മനുഷ്യത്വപരമായ ഇടപെടലിനാണ് ഇദ്ദേഹം ഷെയ്ഖ് മുഹമ്മദിന്റെ പ്രശംസ പിടിച്ചുപറ്റിയത്. വിസ കാലാവധി കഴിഞ്ഞിട്ട് റെസിഡൻസി വിസ പുതുക്കാൻ കഴിയാവുന്ന പ്രവാസി കുടുംബത്തിനാണ് ഇദ്ദേഹത്തിന്റെ ഇടപെടലിലൂടെ പുതുജീവിതം ലഭിച്ചത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.